മാം ഈ ട്രഡീഷണൽ വേയിൽ നിന്ന് മാറിയിട്ട് മാം ഇങ്ങനെ പുതിയ പ്രോഡക്ട്സ് ഒക്കെ ആ തോട്ട് എങ്ങനെയാണ് മാമിൻ്റെ മൈൻഡിൽ വന്നത്? ഞാൻ അങ്ങനെ ഒരു ബിസിനസ് ഗ്രോ ചെയ്യണം അങ്ങനെയല്ല. ഇറ്റ് വാസ് മൈ പേഴ്സണൽ നീഡ് ആൻഡ് ദോസ് കൈൻഡ് ഓഫ് ഗാർമെന്റ്സ് വെർ നോട്ട് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഏതെങ്കിലും ഫിറ്റ് ഫോൾ ഫെയിലിയർ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഫെയിലിയർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ബോംബെ അങ്ങനെ സൂററ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളെയായിരുന്നു ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ മാം വി സ്റ്റാർ ക്രിയേഷൻസ് ദാറ്റ് ഈസ് യുവർ ബേബി. എന്തായിരിക്കും മാം അതിൻ്റെ ടേൺ ഓവർ? ഇപ്പം എത്ര എംപ്ലോയീസ് ഉണ്ട്? ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഞങ്ങൾക്ക് ഡയറക്റ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ മേ ബി ഒരു 230 അത്രയൊക്കെ ആയിരുന്നു ഡയറക്റ്റ് എംപ്ലോയീസ്. SSI യൂണിറ്റ്സ് ഉണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട്. ആൻഡ് അപ്പോൾ ഓരോ യൂണിറ്റിൽ ഒരു 40 പേര് അങ്ങനെയൊക്കെ 50 പേര് അങ്ങനെയൊക്കെ വർക്കേഴ്സ് ഉണ്ട്. എല്ലാം 100% വിമനാണ്. ഓരോ വിജയത്തിന്റെ പിന്നിൽ മനുഷ്യ കഥകളാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. വ്യത്യസ്ത മേഖലയിൽ നിൽക്കുന്ന വ്യക്തികളുടെ ജീവിത അനുഭവങ്ങളും യാത്രകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ ശ്രമം. ഹലോ എവ്രിവൺ, മൈ നെയിം ഇസ് ഷൈന ആൻഡ് വെൽക്കം ടു ബിഗ് സ്റ്റോറി കളക്റ്റീവ്. ഇന്ന് നമ്മളോടൊപ്പമുള്ള ഒരു ഫേമസ് പേഴ്സണാലിറ്റിയാണ്. ലീഡർഷിപ്പ്, ബിസിനസ്, വിമൻ എംപവർമെന്റ് ആർ ദ കീ ആസ്പെക്ട്സ് ഓഫ് ഹർ ജേർണി. ഷീ നോട്ട് ഓൺലി ബിലീവ്സ് that leadership is a part of her growth, but also for the upliftment of the society as a whole. Starting from V-Star Creations to building it a brand globally, we are here to listen to her story. The challenges, the beginnings, the fire that kept her moving forward. Ladies and gentlemen, friends, please welcome Mrs. Sheila Kochosi. Welcome, ma'am, to the show. You. So, ma'am, Yes. please do enlighten us. ഒരു വീട്ടമ്മയായ നിങ്ങൾ അറ്റ് ദ ഏജ് ഓഫ് ജസ്റ്റ് 40 എങ്ങനെയാണ് നിങ്ങളുടെ ഓൺട്രപ്രന്യൂറൽ ജേർണി തുടങ്ങിയത്? അത് പറയുകയാണെങ്കിൽ ഞാനങ്ങനെ ബിസിനസ് തുടങ്ങണം അങ്ങനെ അതല്ല എൻ്റെ മനസ്സിലായിരുന്നു. എനിക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ആൻഡ് ഐ എം എ പേഴ്സൺ ഓഫ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം. നോട്ട് ദാറ്റ് ഐ വോണ്ട് ടു മേക്ക് മണി ഓർ എനിത്തിങ്, but I have some talents, so I wanted to sharpen my talents and do something. And അപ്പോൾ ഈ സൽവാർ കമ്മീസൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേരളത്തിൽ. അണ്ടിൽ ദെൻ ഓൺലി സാരി വാസ് ദ ഗാർമെൻറ്റ്. അപ്പോൾ അധികം ബോംബെ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് സൽവാർ കമ്മീസ് വരുന്നത്. അപ്പം പൊതുവെ കേരള ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്ര ഇങ്ങനെ ജാസി, അത്ര ഷൈനി അങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. സിമ്പിൾ നമ്മുടെ കേരള കസവ് തന്നെ വളരെ ക്രീമും അങ്ങനെയൊക്കെയുള്ള പേസ്റ്റൽ കളേഴ്സൊക്കെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടാറില്ല. എല്ലാം ഭയങ്കര ബ്രൈറ്റ്. അവരുടെ ചോയ്സ് വേറെയാണല്ലോ. അപ്പോൾ അവർ ഭയങ്കര ബ്രൈറ്റ് ഗ്രീൻ, ബ്രൈറ്റ് മെജന്ത, പിങ്ക് അങ്ങനെയൊക്കെയുള്ള കളേഴ്സ്. അപ്പോൾ നമ്മുടെ കളേഴ്സ് പറ്റിയ സാധനങ്ങളൊന്നും കിട്ടാറില്ല. അപ്പോൾ എനിക്ക് ഡ്രസ്സ് തയ്ക്കുക പതിവ്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് തയ്ക്കില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പലരും ചോദിച്ചു ഇത് എവിടെ നിന്നാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ എങ്ങനെയുള്ളൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയത്. ആൻഡ് ഐ വാസ് സോ മച്ച് പാഷനറ്റ് അബൌട്ട് ഗാർമെൻറ്റ് ഡിസൈനിങ്. ഗ്രേറ്റ്. അപ്പോൾ മാം ഈ ട്രഡീഷണൽ വേയിൽ നിന്ന് മാറിയിട്ട് മാം ഇങ്ങനെ പുതിയ പ്രോഡക്ട്സ് ഒക്കെ ആ തോട്ട് എങ്ങനെയാണ് മാമിൻ്റെ മൈൻഡിൽ വന്നത്? ആൻഡ് വെൻ ഡിഡ് യു തിങ്ക് ഇറ്റ്സ് എ റൈറ്റ് ടൈം ടു ലോഞ്ച്? അതാ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു ബിസിനസ് ഗ്രോ ചെയ്യണം അങ്ങനെയല്ല. ഇറ്റ് വാസ് മൈ പേഴ്സണൽ നീഡ് ആൻഡ് ദോസ് കൈൻഡ് ഓഫ് ഗാർമെന്റ്സ് വെർ നോട്ട് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. സോ ദാറ്റ് വാസ് എൻ ഐ ഓപ്പണർ ഫോർ മീ. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. then I thought why not. Correct. Yes. And what scared you the most? എന്തായിരുന്നു ഏറ്റവും വലിയ പേടി? പേടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പേടിയുണ്ടെങ്കിൽ ഞാൻ തുടങ്ങില്ല. കാരണം ജനറലി എനിക്ക് അങ്ങനെ പേടിയില്ലാത്ത ആളാണ്. എവിടെ തന്നെ യാത്ര ചെയ്യണോ, അല്ലെങ്കിൽ ആരോട് സംസാരിക്കണോ, എവിടെ പോകണോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഇംപോസിബിൾ എന്ന് ഞാൻ വിചാരിക്കാറില്ല. എവറിത്തിങ് ഈസ് പോസിബിൾ എന്നാണ് എൻ്റെ ഒരു ഡിക്ഷണറി. മേ ബി ദാറ്റ് ഈസ് വാട്ട്. കാരണം ആ സമയത്ത് അങ്ങനെ അധികം സ്ത്രീകളൊന്നും ബിസിനസ് തുടങ്ങിയിരുന്നില്ല. അന്ന് ബിസിനസ്സിലുണ്ടായിരുന്ന സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇതർ വെൻ ദെയർ ഹസ്ബൻഡ് ഡൈസ് ഓർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ ദേ ഹാഡ് ടു ഹാവ്
ലിവിങ്. അതിന് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്നവരല്ലാതെ നല്ല സൗകര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളും അതിൽ കാല് വെച്ച് ഞാൻ കണ്ടിട്ടില്ല ആ സമയത്ത്. അതെ. അതെ. അപ്പോൾ അത് പ്രമോട്ട് ആൻഡ് ദാറ്റ് വാസ് ദ സെയിം ക്വസ്റ്റ്യൻ മെനി ആസ്ക്ഡ് മീ ഓൾസോ, വൈ യു നീഡ് മണി. എൻ്റെ ഹസ്ബൻഡും ചോദിച്ചു, വെറുതെ സമാധാനമായിട്ടിരിക്കുന്നുണ്ട്, അത് കളയണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴും ഞാൻ വിചാരിച്ചത് എന്താ സമാധാനം ഇല്ലാതിരിക്കാൻ എന്താ കാരണം, സമാധാനമൊക്കെ നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാവില്ലേ. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ മാമിന്റെ ആദ്യത്തെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു. അപ്പൊ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫണ്ട്സിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം. ഹസ്ബൻഡ് തന്നപ്പോഴും ഇറ്റ് വാസ് എ ചാലഞ്ച് ഫോർ യു. അപ്പൊ മാം എങ്ങനെയാ ഇതിനൊക്കെ കോപ്പ് അപ്പ് ചെയ്യുന്നത്? പൈസ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കയ്യിൽ പൈസ ഉണ്ടെന്ന് അറിയാം, പക്ഷെ അങ്ങനെ ആളങ്ങനെ സൂക്ഷിച്ചൊക്കെ ചിലവാക്കുള്ളൂ, പക്ഷേ കൊടുക്കുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് എന്ന് പറഞ്ഞാൽ മേ ബി ഹി തോട്ട് ഇങ്ങനെ ഒരുപാട് പൈസ തന്നാൽ ഞാൻ ചിലപ്പോൾ നിരയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ബട്ട് അതൊരു ചാലഞ്ചിങ് ആസ്പെക്ട് അല്ലേ മാം? നോട്ട് മച്ച്. ഞാൻ അങ്ങനെ അധികം ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമല്ല തുടങ്ങിയത്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. മിനിമലിസം, എനിക്കെല്ലാം മിനിമം മതി എന്താണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയപ്പം ഏതെങ്കിലും പിറ്റ് ഫോൾ ഫെയിലിയർ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഫെയിലിയർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ബോംബെ അങ്ങനെ സൂററ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളെ ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഡയറക്റ്റ്ലി മില്ലല്ല, കാരണം അത്ര റിക്വയർമെൻറ്റ് നമുക്ക് വരുന്നില്ലല്ലോ, കുറച്ച് റിക്വയർമെൻ്റ് അല്ലല്ലോ തുടങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ആളുകളൊക്കെ ചീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അവരുടെ കീറിയ തുണിയൊക്കെ അയച്ചു തരും, അങ്ങനെയൊക്കെ കുറേ. അതൊക്കെ ഇറ്റ്സ് ഓൾ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എനി ബിസിനസ്. നമ്മളെ അറിയാത്ത ആൾക്കാർ, നോർത്ത് ഇന്ത്യ അവിടെ ഇവിടെയൊക്കെ ഉള്ളവർ, അത് പലർക്കും അതൊക്കെ പറ്റിയിട്ടുണ്ടാവും, എനിക്കും പറ്റിയിട്ടുണ്ടാവും. പക്ഷേ ബട്ട് യു ഓൾവേസ് ഗെറ്റ് അപ്പ് ആൻഡ് അതെ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതെ അതെ, ഹൗ യു ഫേസ് ദ ചാലഞ്ചസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതെ, ഓക്കെ മാം. ഇപ്പോൾ മാം സമഗ്ര സ്പേസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റിയിൽ പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി ആണ്. മധു ഭാസ്കർ സാറിൻ്റെ സമഗ്രയിൽ എന്തെങ്കിലും പറയാം? ഞാനതിൽ ഇപ്പം 2 പ്രാവശ്യം എന്നെ അവർ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി 1 വാസ് അബൌട്ട് 3-4 years ബാക്ക്. ഓക്കെ ഓക്കെ. അപ്പോൾ തന്നെ എനിക്ക് അവരുടെ എനർജിയും അല്ലെങ്കിൽ അവരുടെ നോളജും അവരുടെ എന്താ പറയുക ഗ്രോ ചെയ്യാനുള്ള ഒരു എന്തൂസിയാസം ഞാൻ വളരെയധികം ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. റീസെൻ്റ്ലി ദേ ഇൻവൈറ്റഡ് മീ അഗെയിൻ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയി കണ്ടപ്പോൾ മെയിൻ സബ്ജക്റ്റ് വാസ് ഹൗ ടു grow to the next level and how to grow globally. And that struck my brain. And I thought, okay, I'm going to join Samagra. So I already joined. കാരണം ഗ്ലോബലി ഗ്രോ ചെയ്യണമെങ്കിൽ അതൊരു നല്ലൊരു ഒരുപാട് ലിങ്ക് കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് എനിക്ക് അതിന് സപ്പോർട്ട് കിട്ടും. എനിക്ക് ഐ ജസ്റ്റ് ബിലീവ്ഡ് ആൻഡ് ഐ എം ഷുവർ ഐ വിൽ ഗെറ്റ് സപ്പോർട്ട്. Yeah, definitely. To our audience, Samagra Space Community is a business community having around 100 entrepreneurs with a turnover of 10 to 2,500 crores. In this community, you can talk to different people having different ideas, get in touch with their experiences, and come up to the learning curve. So if you want to be in the next level, you can get in touch with Madhu sir, who will be guiding us through, and you can contact on the numbers given below. So ma'am, കോവിഡിൻ്റെ സമയത്ത് any particular changes that you felt was required? കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ വൺസ് ഇൻ എ മന്ത് അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്യും, ഒരു നെറ്റ്വർക്കിംഗ് ലഞ്ചും അല്ലെങ്കിൽ ഒരു ലേണിംഗ് സെഷനും ഒക്കെ ആയിട്ട്. അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ദാറ്റ് വാസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഞങ്ങളധികം ഓൺലൈൻ അങ്ങനെ ഗൂഗിൾ മീറ്റൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ ഞങ്ങൾ ഗൂഗിൾ ഒരു ഓൺലൈനിലൊരു എക്സിബിഷൻ വരെ വെച്ചു, എല്ലാ മെമ്പേഴ്സിൻ്റെയും പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു വലിയൊരു എക്സിബിഷനൊക്കെ ഞങ്ങൾ കണ്ടക്ട് ചെയ്തു. അതൊക്കെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഇനി മാം കോവിഡിന് അങ്ങനെ തന്നെ ഒരു ക്രൈസിസ്, ഇഫ് ഇറ്റ് ഓൾ ഇറ്റ് അക്കേഴ്സ് അഗൈൻ, സോ വാട്ട് വിൽ ബി യുവർ നെക്സ്റ്റ് പ്ലാൻ? ഇഫ് യു ക്യാൻ ഷെയർ സംതിങ്. ലെറ്റ് us hope അങ്ങനെ ആകരുതെന്ന് നമ്മളെല്ലാവരും. Situation will not come. Yes. But if a situation comes, we'll have to overcome it. Yes. No other option. Nowadays it's everything we'll find online. out ways how to overcome it. Yes, ma'am. Ma'am, can you please tell me something about your family support that you have received till now? So my husband only gave me loan, and also he gave me his old business building to occupy to start V-Star. So that's why I was able to start with. And after starting, he was not a person who is interested in dress, garments, fashion and all that.
ആൻഡ് ഐ വാസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ്. ഐ എം ജസ്റ്റ് ദ ഓപ്പോസിറ്റ്. എനിക്ക് ഫാഷനും അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ്. സോ ഇറ്റ് വാസ് സോൾലി ലുക്ക്ഡ് ആഫ്റ്റർ ബൈ മീ. അതർ ദെൻ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടാവും. ഫോർ ദാറ്റ് ഹി വിൽ കം ജസ്റ്റ് ടു മോണിറ്റർ ഹൗ തിങ്സ്. അവരെപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ വൈ അബൌട്ട് യുവർ ഡിസിഷൻസ്? അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തിട്ടില്ല. ലൈക്ക് വെൻ ഐ എൻറ്റേർഡ് ഇൻ ടു ഇന്നോവേഴ്സ്, ആക്ച്വലി ഞാൻ പറഞ്ഞു പോലും ഇല്ല. ഐ തോട്ട് ഓക്കെ ദിസ് ഇസ് അനദർ പ്രോഡക്റ്റ്, സോ വാട്ട് ഈസ് ദെയർ. സോ ദാറ്റ്സ് ഹൗ ഐ സ്റ്റാർട്ടഡ് വിമൻസ് ലോഞ്ചറി ആസ് ദ സെക്കൻഡ് പ്രോഡക്റ്റ്. ഓക്കെ. സോ വെൻ ഐ സ്റ്റാർട്ടഡ് വിമൻസ് ലോഞ്ചറി ഇങ്ങനെ, അപ്പോൾ പിന്നെ കുറച്ചൊക്കെ എല്ലാവരും ക്വസ്റ്റ്യനൊക്കെ ചെയ്തു എന്തിനാ അങ്ങനെ. അതൊരു പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പക്ഷെ കേൾക്കുന്നവരൊക്കെ ആ സമയത്ത് ബ്രാ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചീത്ത വേർഡും അല്ലെങ്കിൽ അതിൻ്റെ പിക്ചറും അതിൻ്റെ ഫോട്ടോ ഒക്കെ ഭയങ്കര ഒരു വൾഗാരിറ്റിയും ഒക്കെ അങ്ങനെയുള്ളൊരു അങ്ങനെയായിരുന്നു ആളുകൾ ചിന്തിച്ചുകൊണ്ടിരുന്നതിന്. പക്ഷേ ടു ബി ഫ്രാങ്ക് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല അതിന്. അങ്ങനെ ഇപ്പോൾ ഒരു ഡ്രസ്സ് കണ്ടു എന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മുടെ സൊസൈറ്റിയിലത്തെ ആളുകൾ ചീത്തയാവും. And that is, I think, ma'am, the need of the hour. നീഡ് ഓഫ് ദ അവർ ആണ്. പിന്നെ ഒരു ഗാർമെന്റ് എങ്ങനെയാ അത്ര ഒരു വൾഗറാണത്? അതെ 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 അതെ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഔട്ട്ലുക്കാണ് അത്. അപ്പോൾ ആൻഡ് വി യൂസ് ടു ട്രാവൽ ടു മോസ്റ്റ് ഓഫ് ദ കൺട്രീസ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ഇതിനൊന്നും അങ്ങനെ അത്ര വലിയൊരു അവരൊക്കെ വളരെ നോർമലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇവൺ ദേ വെയർ ബിക്കിനി ആൻഡ് വാക്ക് അറൗണ്ട് ഇൻ ദ ബീച്ച് ആൻഡ് നോബഡി ലുക്സ് ആഫ്റ്റർ ദം. പക്ഷെ ഇവിടെ അങ്ങനെയായിരുന്നില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എന്തിനാ അത്രയ്ക്ക് ഇങ്ങനെ എല്ലാം ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം. മാം ഞാൻ കേട്ടിട്ടുണ്ട് മാം തന്നെ മോഡൽസിനെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. യു മേഡ് ഷുവർ യു ഡസന്റ് ലുക്ക് വൾഗർ. ഇപ്പോഴും അതെ, മോഡലിനെ ഞാൻ തന്നെ സെലക്ട് ചെയ്യാം. ദാറ്റ്സ് റിയലി നൈസ്. എവ്രി വൺ ഇസ് ഹാപ്പി ലൈക്ക് ദാറ്റ്. നമുക്ക് ഫാമിലി വൈസും നമുക്ക് അത് പ്രൊമോട്ട് ചെയ്യാം. അതുവരെ അതെ, ആളുകൾക്ക് അങ്ങനെ തോന്നാനും ഒരു കാരണമുണ്ട്. അതുവരെയൊക്കെയുള്ള ഫോട്ടോഷൂട്ടുകളും അല്ലെങ്കിൽ ബ്രാൻഡുകളും ഒക്കെ ചെയ്തിരുന്നത് അത്ര ഒരു ക്ലാസി ആയിട്ടല്ല ചെയ്തിരുന്നത്. കുറച്ചൊരു എന്താ പറയുക, കാണുമ്പോൾ ഒരു വൃത്തികേടൊക്കെ തോന്നിയിരുന്നു. സോ മേ ബി ദാറ്റ് ഈസ് വൺ റീസൺ. അങ്ങനെ ആളുകളുടെ അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ഒത്തിരി ശ്രമിച്ചു. അതെ. ഇനി മാമിൻ്റെ സീക്രറ്റ്സ് ആണ് എനിക്ക് അറിയേണ്ടത്. മാം ഇത്രയും ഫയർ ഉണ്ട് മാമിൻ്റെ അടുത്ത്, ഇത്രയും എനർജി ഉണ്ട്. ഹൗ ഡു യു മെയിൻറ്റെയിൻ ദിസ് ആൻഡ് വാട്ട് ആർ യുവർ ഹോബീസ് ആൻഡ് സ്പെയർ ടൈമിലൊക്കെ മാം എന്താ ചെയ്യുന്നത്? എനിക്ക് ഒരുപാട് ഹോബീസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഐ എം എ പേഴ്സൺ ഓഫ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ എനിക്ക് ടൈലറിങ് ഇഷ്ടമാണ്, പെയിൻറ്റിങ് ഇഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടമാണ്, ഗാർഡനിങ് ഇഷ്ടമാണ്, ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഇഷ്ടമാണ്, ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ എൻ്റെ ഹോബീസ് ഉണ്ട്. ബട്ട് എവ്രി ഡേ ഞാൻ കുറച്ച് നേരം പെയിൻറ്റ് ചെയ്യും. എനിക്കത് എൻ്റെ ഒരു എന്താ പറയുക സ്ട്രെസ് ബസ്റ്ററാണ് എനിക്ക് പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ വേറൊരു ലോകത്തായിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ചിലപ്പോൾ മറക്കും. അത്രയും അതിലങ്ങ് ഇൻവോൾവ് ആയിട്ട് ഞാൻ വാട്ടർ കളർ ചെയ്യും, അക്രിലിക്കും ഓയിൽ പെയിൻറ്റിങ് 3 ചെയ്യാറുണ്ട്. ആൻഡ് പിന്നെയുള്ള എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ വർക്കൗട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഐ വാസ് എ ഹോക്കി പ്ലെയർ. ഞാൻ യൂണിവേഴ്സിറ്റി ഹോക്കി പ്ലെയർ ആയിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈവൻ വെൻ ഐ ഗോട്ട് മാരീഡ് ഐ ഹാഡ് കിഡ്സ്. ബട്ട് ഐ മെയ്ഡ് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 hour ഐ സ്പെൻഡ് ഫോർ മൈ ബോഡി. അത് യോഗയായിരിക്കാം, അല്ലെങ്കിൽ എറോബിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഡാൻസോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എനിക്ക് സ്വെറ്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഐ സ്വെറ്റ് ഇറ്റ് ഔട്ട്. ഒന്നുമില്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഡ്രൈവിൻ ഉണ്ട് വീട്ടിൽ. ഞങ്ങൾക്കൊരു 1 acre സ്ഥലമുണ്ട് വീട്. അപ്പോൾ അവിടെ ഒരു റോഡ് പോലെ ഉള്ളിലുണ്ട് ഡ്രൈവിൻ. അവിടെ ഞാനൊരു ഷൂസൊക്കെ ഇട്ടിട്ട് ജോഗിങ് ചെയ്യും വിത്ത് മൈ ഡോഗ്. ഓർ ഡു ഗാർഡനിങ്, ബോൺസായി ഉണ്ട്, അത് ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറുതെ ഇരുന്ന് അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സ്വഭാവം ഇല്ല. എപ്പോഴും എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അതുപോലെ പുതിയ ഡിഷുകളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ കോണ്ടിനെൻ്റൽ ഡിഷൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഐ സ്റ്റാർട്ടഡ് ലേണിങ് ഇറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാക്കും. തായ് ഫുഡ് ഉണ്ടാക്കും, പുഡിങ്സ് ഉണ്ടാക്കും, കേക്ക് ഉണ്ടാക്കും, കുക്കീസ്. അങ്ങനെ അതൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. കേക്ക്സ്, കുക്കീസൊക്കെ, ചിപ്സ് എല്ലാം ഞാൻ വീട്ടിലുണ്ടാക്കും. മെയിൻ ആൻഡ് മേക്ക് ഷുവർ എല്ലാം വീട്ടിലുണ്ടാക്കും. ഹെൽത്തിൻ്റെ കാര്യം നോക്കിയിട്ടാണെങ്കിലും പിന്നെ അങ്ങനെ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലല്ല. രാവിലെ ഞങ്ങൾ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്കവാറും റാഗി പോറിഡ്ജ് ആയിരിക്കും, ഒരു എഗ്ഗ്, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്. അത് ചക്കയാണെങ്കിൽ ചക്ക, മാങ്ങയാണെങ്കിൽ മാങ്ങ, അങ്ങനെ എന്തെങ്കിലും ലോക്കൽ ഫ്രൂട്ട്സ് എന്താണെങ്കിലും അത് കഴിക്കും. ഞങ്ങൾ ഇഡ്ഡലി, ദോശ, അപ്പം ആ പരിപാടിയൊന്നും രാവിലെ ഞങ്ങൾക്കില്ല. വർഷങ്ങളായിട്ടില്ല. 20-25 years ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് ഐ ഡോണ്ട് നീഡ് എ മെയ്ഡ്. എനിക്ക് അങ്ങനെ വേണമെന്നില്ല. ഇപ്പോൾ ഒരു എഗ്ഗ് ഉണ്ടാക്കാനോ ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊന്നും എനിക്ക് ഒരാളുടെ ആവശ്യമൊന്നുമില്ല.
അപ്പോൾ മെയ്ഡുണ്ടെങ്കിൽ മെയ്ഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും. എനിക്കങ്ങനെ ലിവിൻ മെയ്ഡൊന്നുമില്ല. വരും, അവർ 2 മണിയാകുമ്പോൾ പോവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുക. എൻ്റെ ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ചാണ്. ലഞ്ചിന് റൈസോ ചപ്പാത്തിയോ അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ മസാല ദോശയൊക്കെ ഉച്ചയ്ക്ക് കഴിക്കും, കാരണം രാവിലെ കഴിക്കാത്തതുകൊണ്ട്. പിന്നെ ഫിഷോ മീറ്റോ വെജിറ്റബിൾസോ അങ്ങനെ. രാത്രി ഞങ്ങൾ സാലഡും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഉച്ചയ്ക്ക് മാത്രമാണ് ഞങ്ങളൊരു കുക്ക്ഡ് മീൽ കഴിക്കുന്നത്. അങ്ങനെയാണ് വേണ്ടി. ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഡിന്നർ അത്ര ലൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾ, പക്ഷെ അത് വിചാരിച്ചിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാം കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അപ്പം ഒരുപാട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ വേണ്ടത് എക്സസൈസും ലിമിറ്റഡ് ഫുഡ് ആണെന്നാണ്. ഞങ്ങൾ രണ്ടുപേരും ലൈക്ക് മൈൻഡഡ് ആണ് കേട്ടോ. എന്നെക്കാളും ഹെൽത്ത് കോൺഷ്യസ് ആണ് കൊച്ചൗസേപ്പ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ കാര്യത്തിൽ ഭയങ്കര യോജിപ്പാണ്. മിനിമം ഫുഡ് കഴിക്കും. ഹീസ് 75, ഞാനിപ്പോൾ 72 ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ആൻഡ് ഓൾസോ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്റ്റാമിനയുണ്ട്. രാവിലെ ഇപ്പോൾ 5:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ 11-12 വരെ ഒന്നും എനിക്ക് അങ്ങനെ കിടക്കണം എന്നൊന്നുമില്ല. അത് എനിക്ക് ആ സ്റ്റാമിന ഉള്ളതുകൊണ്ടാ ഈ പ്രായത്തിലും അതുപോലെ ആ എനർജി കീപ്പ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാമിന ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റാമിന എന്ന് പറയുമ്പോൾ നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ്, യോഗ അല്ലെങ്കിൽ എയറോബിക്സ്, ഇതൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്ലീപ്പ് പാറ്റേൺസിലും കുറേ ബെനിഫിറ്റ്. സ്ലീപ്പ് അത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഉറക്കമൊക്കെ തന്നെ വന്നോളൂ. വെൻ വി വർക്ക് ഔട്ട് ആൻഡ് വി ആർ ടയേർഡ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അതാണ് ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് പറയും, എപ്പോഴും ഫോണും ഇത് നോക്കിയിരുന്നു ജീവിതം മുഴുവൻ കളയാതെ 1 മണിക്കൂർ നിങ്ങളുടെ ദേഹത്തിന് വേണ്ടി ചിലവഴിക്കണം. കാരണം എത്രയോ അതുപോലെ തന്നെ ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡൊക്കെ എനിക്കും ഇഷ്ടം തന്നെ. എനിക്ക് ഐസ്ക്രീം, എല്ലാ സാധനങ്ങളും എനിക്കിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് അത് തന്നെ കഴിച്ച് വയറ് നിറയ്ക്കാതെ അതൊക്കെ മിനിമം കഴിക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നു ഫാറ്റി ലിവർ ഉണ്ട്, അല്ലെങ്കിൽ എത്രയോ യങ്സ്റ്റേഴ്സ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുന്നു 55 വയസ്സിലും 60 വയസ്സിലും, പേപ്പറിൽ കാണാം. കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആയുസ്സൊന്നും. പക്ഷേ ദെൻ നമ്മുടെ ഒരു പാർട്ട് നമ്മൾ പ്ലേ ചെയ്യണം, ടു ടേക്ക് അറ്റ്മോസ്റ്റ് കെയർ അബൌട്ട് യുവർ ഹെൽത്ത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ഞാൻ എല്ലാവരോടും പറയും. നിങ്ങൾ ഇപ്പം പേരൻസിനോടാണെങ്കിൽ ഞാൻ പറയും, കുട്ടികളെ നിങ്ങൾ 1 മണിക്കൂറെങ്കിലും എന്തെങ്കിലും ഗെയിം കളിപ്പിക്കണം സ്കൂളിൽ. ഒന്നുകിൽ സ്കൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് സെൻറ്ററിൽ പോയിട്ടോ ഒരു 1 hour നിങ്ങൾ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോളോ എന്തെങ്കിലും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചിറ്റിലപ്പള്ളി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ എന്നോട് പറയും എൻ്റെ ഹസ്ബൻഡ് പറയും, ആളുകളൊന്നും വരുന്നില്ല ഓടാനും ഒന്നും, രാവിലെ ജോഗിങ്ങിനൊക്കെ വളരെ കുറവ് ആളുകളാണ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ മന്ത്ലി മെമ്പർഷിപ്പും ഇയർലി മെമ്പർഷിപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒന്നും വേണ്ട, പട്ടിയെ പേടിക്കാതെ ഓടാനുള്ള ഒരു സ്ഥലമാണ്. കുട്ടികൾക്ക് ആണെങ്കിൽ അത് ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, ക്രിക്കറ്റ് പിച്ചുണ്ട്, നെറ്റ് പ്രാക്ടീസൊക്കെ ചെയ്യാം, അതുപോലെ റോളർ സ്കേറ്റിംഗ്, അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെയുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളെയും ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഒന്ന് ഓടി കളിപ്പിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അതല്ലെങ്കിൽ ആ സമയം അവർ ഫോണിൻ്റെയും ടിവിയുടെയും മുമ്പിലായിരിക്കും. ആദ്യം ടി വി ആയിരുന്നു, ഇപ്പോൾ ഫോണാണ്. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറ്റി കുട്ടികളെ, അതുപോലെ ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും അവർക്ക് കൈകൊണ്ട് ഹോബീസ്, എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഒരു കത്തി എടുത്തൊരു സാധനം മുറിക്കാനൊന്നും ഇപ്പോഴത്തെ അറിയുന്നില്ല അവർക്ക്, കാരണം അവർ ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ കുട്ടികളെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ജപ്പാനിലുമൊക്കെ അവരങ്ങനെയാണ്. കുട്ടികൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ക്ലാസ് വൃത്തിയാക്കണം, പുല്ല് പറിക്കണം, അങ്ങനെയുള്ള പണികൾ ചെയ്യിപ്പിക്കണം, ഗാർഡനിങ്. പക്ഷേ ഇവിടെ അതൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ പാരൻസ് പിറ്റേ ദിവസം വടിയും ആളുമായിട്ട് സ്കൂളിലേക്ക് ചെല്ലും. എൻ്റെ മോനെ വെയിലത്ത് നിർത്തി പണിയെടുപ്പിച്ചു, മണ്ണിൽ തൊടു എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര പൊസസീവാണ്. ആൻഡ് ഓവർ കെയറിങ്ങും ഓവർ പാമ്പറിങ്ങും ആണ് പിള്ളേർ. അതുകൊണ്ടാണ് ഈ പിള്ളേരുടെ മനസ്സിന് തീരെ കട്ടിയില്ല. എന്തെങ്കിലും പറയുമ്പോഴേക്കും പേരൻസ് അവിടെ ചാടി വീണിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ കുട്ടികളുടെ മനസ്സിന് ശക്തിയില്ല. ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ അവർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല.
ഫോൺ മാറ്റി വയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ് കുട്ടികൾ. അപ്പോൾ കുട്ടികൾക്കെല്ലാം സാധിപ്പിച്ചു കൊടുക്കരുത്. കുറേ നമ്മൾ നോ തന്നെ പറയണം. ഞങ്ങളൊക്കെ അങ്ങനെ കേട്ട് വളർന്നിട്ടുള്ളതാണ്. അതിൽ നിന്നൊരു മാറ്റപ്പോഴാണ് കാണുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ വലിയ ഫാമിലി, എൻ്റെ വീട്ടിൽ 12 മക്കളാണ്. എന്ത് ചോദിച്ചാലും നോ എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക, ഫൈറ്റ് ചെയ്ത് വേണം കുട്ടികൾ വരാനായിട്ട്. എല്ലാം ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് എല്ലാം എന്താ പറയുക ഈസിലി അങ്ങനെ ഒരു ബ്രോയിലർ ചിക്കൻ പോലെ കുട്ടികളെ വളർത്തരുത് എന്ന് ഞാൻ പോകുന്ന സ്ഥലത്തും കാണുന്നവരോടൊക്കെ ഞാൻ പറയും. കുട്ടികളെ ഓടിച്ചാടി കളിക്കണം, ഷെയർ ചെയ്യാൻ പഠിക്കണം. വീഴും അല്ലെങ്കിൽ കാലകൊടിയും കൈമുറിയൊക്കെ ചെയ്യും. അതൊക്കെ അതിൻ്റെ ഒരു പാർട്ടാണ്. അങ്ങനെയാണ് അവർ ഗ്രോ ചെയ്യുന്നത്. അവർ പഠിക്കുന്നത് അങ്ങനെയാണ്. ചെറിയ ചെറിയ റിസ്കുകൾ ചെറുപ്പത്തിലെടുത്താലാണ് വലുതാകുമ്പോൾ വലിയ റിസ്ക് എടുക്കാനായിട്ടുള്ള അവർക്ക് മനക്കട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവരെ ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഈ എന്താ പറയുക ചാലഞ്ചസ് എല്ലാം. അപ്പോൾ അത് അവർക്ക് കൊടുക്കണം. അവർ ചെറിയ ചെറിയ ചാലഞ്ചസ് എടുത്താലല്ലേ. അതുപോലെ കുട്ടികൾ തോൽക്കണം. കളിക്കുമ്പോൾ തോൽക്കാൻ പഠിക്കും. ചില പേരൻസ് ഉണ്ട് കുട്ടികളെ തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തോറ്റു കൊടുക്കും. ഇപ്പം ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ. കാരണം കുട്ടിയുടെ സങ്കടം കാണാൻ പറ്റാണ്ട്. കുട്ടി തോൽക്കട്ടെ, തോറ്റ് കരയട്ടെ. അതെ, അതെല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അവരുടെ. അതൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് സമ്മതിക്കുന്നില്ല. ഒരു കുട്ടി ഉണ്ടാവും, ചിലർക്ക് 2 കുട്ടി ഉണ്ടാവും. അപ്പോൾ 24 മണിക്കൂർ ആ കുട്ടിയുടെ മേലെ കണ്ണ് അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല. ഫ്രീഡം കൊടുക്കുകയും വേണം കുട്ടികൾക്ക്. അതും ഇമ്പോർട്ടൻ്റാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ചട്ടക്കൂട്ടിൽ നിർത്തിയൊന്നും വളർത്താൻ പറ്റില്ല കുട്ടികളെ. അവർക്ക് അവരുടെ ഫ്രീഡം കൊടുക്കണം. എന്നാലേ അവർ സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പഠിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ ചെറിയ ജോലി ചെയ്യുക. അപ്പോൾ അതിന് ഒരു പൈസ കൊടുക്കുക. അപ്പോൾ അവർക്കൊരു പൈസ സൂക്ഷിക്കാനും, അല്ലെങ്കിൽ അവരുടെ ഒരു ബാങ്ക്, ഒരു പിഗ്ഗി ബാങ്ക് ആണെങ്കിലും അവരുടെ ഒരു പൈസ, അവരുടെ ഒരു വരുമാനം, ആ പൈസ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ പഠിപ്പിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ മാം പോക്കറ്റ് മണിയൊക്കെ കുറേ കൊടുക്കുന്നുണ്ട്. ഈവൻ സ്കൂൾസിലും ഞാൻ കേട്ടിട്ടുണ്ട്. അവർ എക്സ്ട്രാ മണി വേണമെങ്കിൽ അവിടെ ക്യാൻറ്റീനിൽ പോയിട്ട് അവർക്ക് മേടിക്കാനൊക്കെ. അപ്പോൾ മാം എങ്ങനെയാണ് അതിൽ യോജിപ്പാണോ? ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുമ്പോൾ ഇതുപോലെ അവർ ഭാരതീയ വിദ്യാഭവനിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ലഞ്ച് കൊടുത്തയക്കില്ല എന്ന്. സ്കൂളിലെ ലഞ്ച് എന്താണോ അത് കഴിച്ചാൽ മതി. അപ്പോൾ എന്നും സാമ്പാറാണ്, എന്നും സാമ്പാറാണ്. അപ്പോൾ പക്ഷേ ഞങ്ങൾ പറഞ്ഞത് കഴിച്ചാൽ മതി. അവിടെ വെജിറ്റേറിയൻ ഫുഡേ പറ്റുള്ളൂ, കൊണ്ടുപോകാനും പറ്റില്ല നോൺ വെജ്. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഓക്കെ ഒരു നേരം പച്ചക്കറി കഴിച്ച് പഠിക്കട്ടെ. പക്ഷെ അതിന് വലിയൊരു ഗുണം കിട്ടി. അവരെന്തും കഴിച്ചോളും രണ്ടുപേരും. ഒരു ഫുഡിന് വേണ്ടിയിട്ട് ഒരു അത് വേണം ഇത് വേണം അങ്ങനെ ഡിമാൻഡിങ്ങേ അല്ല. ചോറ് സാമ്പാറാണെങ്കിലും കഴിച്ചോളും. അത് വലിയൊരു പഠിത്തമായിരുന്നു. ഇപ്പൊ ആക്ച്വലി മാം ബോത്ത് ആർ വർക്കിംഗ്. ഇപ്പൊ 2 പേരും, മൂത്ത ആൾ അരുൺ, അവൻ വണ്ടർല ഡിവിഷൻ നോക്കുന്നു, ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. മിഥുൻ വിഗാർഡ് ഡിവിഷൻ നോക്കുന്നു. ആൻഡ് മൈ ഹസ്ബൻഡ് ഹാസ് വിഗാലാൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് റിയൽ എസ്റ്റേറ്റ് ആണ്, ഫ്ലാറ്റ്സും ഒക്കെ പണിയുന്നത്. എനിക്കാണെങ്കിൽ വിസ്റ്റാർ. അങ്ങനെ 4 പേർക്ക് 4 ബിസിനസ്സാണ്. അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അധികം എന്താ പറയുക ഡിസ്കസ് ചെയ്യുമെങ്കിലും ഓരോരുത്തരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാം ഒരു ആഡ് ഓൺ ആയി. ഇറ്റ്സ് ലൈക്ക് എ ബൂസ്റ്റ് ടു ദ എൻറ്റയർ ഫാമിലി ഐ തിങ്ക്, അല്ലേ? അങ്ങനെയൊന്നുമില്ല. എൻ്റെയാണ് ഏറ്റവും ചെറിയ ബിസിനസ്. ബട്ട് ദാറ്റ്സ് ഫൈൻ. ആദ്യത്തെ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മാം ഒരു ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല വന്നത്, അല്ലെ? ഹസ്ബൻഡിന്റെയും മാമിന്റെയും ലോട്ട് ഓഫ് ഡിഫറൻസസ്. അപ്പൊ മാം ഒരു ഫീമെയിലിന് ഇഫ് ദേ ഗെറ്റ് മാരീഡ് ആൻഡ് ദേ കം ടു എ ഡിഫറെന്റ് വേൾഡ് ഓൾ ടുഗെദർ, മാമിന്റെ എന്തായിരിക്കും അഡ്വൈസ്? അവർ ദേ ഷുഡ് കണ്ടിന്യൂ ദെയർ വർക്ക് ഓർ ദേ ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ ഫാമിലി ഫസ്റ്റ്? വാട്ട് ഡു യു തിങ്ക്? ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികളോട് ഇങ്ങനെ ഫാമിലി ഫസ്റ്റ് എന്ന് പറഞ്ഞ് കുട്ടികളെ നോക്കിയിരിക്കാൻ പറഞ്ഞാലൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. അത് ലോകം മുഴുവൻ അങ്ങനെ ഇല്ല. പണ്ട് നമുക്ക് വേറെ വി ഹാഡ് നോ അതർ ഓപ്ഷൻ. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ വളർത്തലും വീട്ടിൽ ജോലി മാത്രമായിട്ട് കഴിയും. ഇനിയുള്ളവരോടൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യേണ്ട കാര്യവുമില്ല. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനുള്ള ഫ്രീഡം അവർക്ക് വേണം താനും. ആൻഡ് അപ്പോൾ അതൊക്കെ
ഹസ്ബൻഡും വൈഫും പണ്ട് ഞങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഈക്വൽസ് ആയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ നല്ല കാര്യം, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലിയും ചെയ്യണം, കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികളെ സ്കൂളിലാക്കണം, അവർക്കുള്ള ലഞ്ച് വേണം, ഭർത്താവിനുള്ള ലഞ്ച് ചെയ്യണം. പക്ഷേ ഭർത്താവ് എന്തെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യുമോ പണി ചെയ്യുമോ എന്ന് ചോദിച്ചാൽ 0 ആയിരുന്നു. പക്ഷേ അതങ്ങനെ ആയിപ്പോയി, അങ്ങനത്തെ ട്രഡീഷണൽ അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഇനിയിപ്പോൾ അത് നടക്കില്ല. ഇനിയിപ്പോൾ അവരും ഒപ്പം അത് തന്നെയാണ് നല്ലത്. എല്ലാം ഇപ്പോൾ എവിടെ ഓർഗനൈസേഷനാണെങ്കിലും നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ജോലി ചെയ്യുന്നത്, എല്ലാം ഗ്രൂപ്പായിട്ടല്ലേ. അപ്പോൾ അതൊരു എല്ലാവരും ടീം വർക്ക് തന്നെയാണ്. വീട്ടിലും അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാം ബാലൻസ് ചെയ്തിട്ട് എല്ലാം ബാലൻസ് ചെയ്ത് പോകണം എന്ന് മാത്രം. അതെ അതെ, എല്ലാത്തിനും ഓരോരോ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. So ma'am, we are talking about and we are hearing about Viksit Bharat right now. അപ്പോൾ മാമിൻ്റെ എങ്ങനെയാണ് വിഷൻ ആസ് എൻ ഇന്ത്യ, ആസ് എൻ ഓൺട്രപ്രന്യോർ, എങ്ങനെയാണ് ഗ്രോത്ത് പ്ലാൻസ് ഒന്ന് പറയാമോ? അപ്പോൾ നമ്മളെല്ലാവരും ഒരു പ്രൗഡ് ഇന്ത്യൻസ് തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷേ ഞാൻ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പുറത്തിപ്പോൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോയി താമസിക്കുമ്പോഴാണെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇന്ത്യയിൽ ഫ്രീഡം നമുക്ക് കൂടുതലാണെന്ന്. കൂടുതലെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ മാക്സിമം ബുദ്ധിമുട്ടിക്കാനും ഹോണടിച്ച് ശല്യപ്പെടുത്താനും ഉറക്കെ സംസാരിക്കാനും മാനേഴ്സിലാണ്ട് പെരുമാറാനും റോഡിൽ തുപ്പാനും അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്യാനും ചപ്പുചവറുകൾ വലിച്ചെറിയാനും അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു കാടൻ സ്വഭാവത്തിലാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഭയങ്കര അപകടമാണ്. കാരണം ഈ സ്വഭാവം തന്നെ നമ്മൾ പുറത്ത് പോകുമ്പോഴും കാണിക്കും. അപ്പോൾ കാണിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവർ പല സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ക്യാമ്പയിൻസൊക്കെ, ഗോ ബാക്ക് ഇന്ത്യൻസ് ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത് നമ്മൾ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു കുട്ടി വേറൊരു വീട്ടിൽ നമ്മൾ ചെന്നു, ആ കുട്ടിയും കൊണ്ട് ചെന്നു, ആ കുട്ടി ആ സോഫയമ്മ ചാടി കളിക്കുന്നു, ഭക്ഷണം വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ ട്രെയിനിലോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എവിടെ പോകുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കും. എയർപോർട്ടിലൊക്കെ ആണെങ്കിലും കുട്ടികൾ സോഫയമ്മ ചാടുന്നു, തലകുത്തി മറിയുന്നു, ഓടിക്കളിക്കുന്നു, ഒരു ഡിസിപ്ലിൻ. അപ്പോൾ അത് പാരൻസ് അഭിമാനത്തോടെ നോക്കണത്. ആ കുട്ടി കുറുമ്പ് കാണിക്കുമ്പോൾ അവർക്ക് ഭയങ്കര അഭിമാനമാണ്, ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ആ കുട്ടി മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ബാക്കിയുള്ളവർ ചെയ്യണേക്കാളും ഓവറായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ പാരൻസ് ഹാപ്പിയാണെന്നുള്ളൊരു റോങ് ലെസനാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെയും കുറച്ച് ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ. ഇത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. അതാണ് ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയർലൻഡിലായിക്കോട്ടെ, US കാനഡയിലായിക്കോട്ടെ, അവരൊക്കെ വലിയ ബാനറും പിടിച്ചിട്ട് ഇന്ത്യൻസ് ഗോ ബാക്ക് എന്ന് പറഞ്ഞു തുടങ്ങി. ഇത് ഭയങ്കര നമുക്ക് ഭാവിയിൽ ഭയങ്കര ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് നമ്മുടെ രാജ്യത്ത് നഴ്സറി കുട്ടികളാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ കുട്ടികളെ ആ ഡിസിപ്ലിൻ ചെയ്യാത്തതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും ഭാവിയിൽ. കാരണം ഇന്ത്യയിലോ കേരളത്തിലോ ഒരുപാട് തൊഴിലവസരങ്ങൾ വളരെ കുറവാണ് നമുക്ക്. അപ്പം ഇവർക്ക് പുറത്തു പോയേ പറ്റുള്ളൂ ഇപ്പോഴത്തെ കാലത്ത്. എനിക്കറിയില്ല, എല്ലാം തിരിച്ചു വന്ന് ഇന്ത്യ വലുതാവും നന്നാവും എന്നൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് നമ്മൾ ഒരു മാറ്റം വരുത്തേണ്ട ഒരു വലിയൊരു കാര്യമാണ്. അതുകൂടാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 കൊല്ലമാവാൻ പോവാണ്. അപ്പോൾ അത് 47 ആകുമ്പോഴേക്കെങ്കിലും നമ്മൾ ഇന്ത്യ എന്താ പറയുക, ഇപ്പം നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ഡെവലപ്ഡ് കൺട്രി ആവണം. മറ്റുള്ള രാജ്യങ്ങളെ പോലെ വൃത്തിയും ഭംഗിയുള്ള റോഡുകളും നടക്കാനുള്ള ഫുട്പാത്തും. അപ്പോൾ പറയും ഇവിടെ പോപ്പുലേഷൻ കാരണമാണ് ഇങ്ങനെ. ചൈനയിൽ പോപ്പുലേഷൻ ഇല്ലേ, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ അവിടെയൊക്കെ ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്തോറും ഡിസിപ്ലിൻ കൂടേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അത് നമ്മൾ ഭരണാധികാരികളാണെങ്കിലും അതിൻ്റെ നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയാലേ ശരിയാവുള്ളൂ. സിംഗപ്പൂരൊക്കെ പോകുമ്പോൾ അതാണ്. ഇപ്പോൾ ഒരു വീട് പണിയുന്നുണ്ട്, അവിടെ ഒരു ലോറി വരുന്നുണ്ട്, മണ്ണടിക്കുന്നുണ്ട്, അതിൻ്റെ 4 ടയറും കഴുകിയിട്ട് റോഡിലേക്ക് കയറാൻ പാടുള്ളൂ. ഇതൊക്കെ അവിടുത്തെ നിയമങ്ങളാണ്.
ഇവിടെ എന്ന് പറഞ്ഞൊരു വീട് പണിയുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർക്ക് കിടക്കപ്പുറത്തി ഉണ്ടാവില്ല. സ്വരങ്ങളായാലും മണ്ണും പൊടിയും ചെളിയും എല്ലാം ആയാലും അപ്പോൾ ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതൊക്കെ ഒരു കൾച്ചറാണ്, കൾച്ചറിൻ്റെ ഭാഗമാണ്. കൾച്ചർ ആൻഡ് ഡിസിപ്ലിൻ ഇത് രണ്ടും ഹാസ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വളരെ ലാക്ക് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളിൽ. എന്നാൽ പറയും നമ്മൾ ഭയങ്കര ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെന്നൊക്കെ പറയും. അത് ശരിയാണ്. പക്ഷേ ഇത് രണ്ടും മാച്ച് ആവുന്നില്ല. നമുക്ക് ഇൻ്റലിജൻ്റ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ നമ്മുടെ പെരുമാറ്റത്തിൽ ആ കൾച്ചറും കൂടെ അത് വരണം. അത് വലിയൊരു മാറ്റം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുള്ള കാര്യമാണ്. ഫ്ലൈറ്റിലിരുന്ന് കഴിഞ്ഞാൽ ചില കുട്ടികൾ നമ്മുടെ സീറ്റിൻ്റെ പുറകിരുന്നിട്ട് സീറ്റുമ്പോൾ ചവിട്ടി 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 സ്വരം ഉണ്ടാക്കി പേരൻസ് മിണ്ടില്ല. അതുപോലെ വെറുതെ സ്ക്രീൻ ചെയ്യുക, ടോപ്പ് വോളിയത്തിലാണ് സ്ക്രീൻ ചെയ്യണം. ആ ഫ്ലൈറ്റിൽ മുഴുവനും കേൾക്കാം. അത് പാടില്ല. അത് ഒരു കാരണവശാലും അത് പേരൻസ് അനുവദിക്കരുത്. ഉറങ്ങുന്നവരുണ്ടായിരിക്കും, സുഖമില്ലാത്തവരുണ്ടാവും, ചെറിയ കുട്ടികളുള്ളവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ഒരുപാട് ഫ്രീഡം കൊടുത്തിട്ട് വളർത്തിയിട്ട് ഒരുപാട് ആളുകളെ ഡിസ്റ്റർബ് ചെയ്ത് ഒരു സ്പോയിൽഡ് ചൈൽഡ് പോലെ പെരുമാറുക കുട്ടികൾ. ടാൻഡ്രംസാണ് ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്ലൈറ്റിൽ വരുമ്പോൾ ദുബായിൽ നിന്നല്ല സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോൾ ഒരു കുട്ടി ടോപ്പ് വോളിയത്തിൽ അവിടെ നിന്ന് ഇവിടെ എത്തുന്നവരെ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ കരച്ചിൽ നിർത്താൻ അതിൻ്റെ പേരൻസ് ഒരുപാടൊന്നും ശ്രമിക്കുന്നില്ല. അതങ്ങനെയാണെന്ന് അങ്ങനെയൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു മാം റിഗാർഡിങ് ചൈൽഡ് സൈക്കോളജി. അപ്പോൾ അവർ ഇങ്ങനെ പറയുന്നത് ഈ പേരൻസ് എല്ലാം രണ്ടും വർക്കിംഗ് ആണ്. അപ്പം കുട്ടിക്ക് ആ ടൈം സ്പേസ് അത് കിട്ടുന്നില്ല. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നത്, അറ്റൻഷൻ സീക്കിങ് ഹാബിറ്റ്സിൻ്റെ ഇത് അറ്റൻഷൻ സീക്കിങ് തന്നെയാണ്. അപ്പോൾ ആ കുട്ടിക്ക് വിശപ്പുണ്ടെങ്കിൽ തിന്നാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഉറങ്ങണമെങ്കിൽ ഉറക്കുക, അല്ലെങ്കിൽ വാർണിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ പണിഷ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും കൊടുത്തെന്ന് ആ കുട്ടിയെ ഒന്ന് പേരൻസിനെ കൊണ്ടല്ലേ സാധിക്കുകയുള്ളൂ. അടുത്ത സീറ്റിലിരിക്കുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് സമയം ഇത് ഇന്ത്യൻസിനെ മാത്രമേ കാണുള്ളൂ കേട്ടോ. വേറെ ഒരുപാട് കുട്ടികളുണ്ടാവും, ഒരു സ്വരം അവരുണ്ടാകില്ല. കരയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കരയുള്ളൂ അവർ. സ്ക്രീൻ ചെയ്യാൻ അവർക്ക് അനുവാദമില്ല, അവർ ചെയ്യില്ല. ഇങ്ങനെയുള്ള ഡിസിപ്ലിനിങ് ഭയങ്കര കുറവാണ് നമ്മുടെ നാട്ടിൽ. ഡു യു തിങ്ക് ദാറ്റ് ചൈൽഡ് ഇന്ത്യൻ മൈത്തോളജി അങ്ങനെയൊക്കെ ക്ലാസ്സസ് ഇനി സ്കൂൾസിൽ തുടങ്ങണം എന്ന് അങ്ങനെ എന്തെങ്കിലും മാമിൻ്റെ ഒപ്പീനിയൻ എന്താ? ഇങ്ങനെ ന്യൂസിൽ വരുന്നുണ്ട് ഇന്ത്യൻ മൈത്തോളജി അങ്ങനെ നമ്മൾ എന്തെങ്കിലും കൾച്ചറലി ഇൻക്ലൈൻഡ് കുട്ടികൾക്ക് ചെയ്താൽ ആ വാല്യൂസ് അറ്റ്ലീസ്റ്റ് ദിൽ ഇൻകൾക്കേറ്റ് ഫ്രം ദ ഗ്രാസ് റൂട്ട് ലെവൽ. അപ്പം ഡു യു തിങ്ക് ദാറ്റ് വിൽ ഹെൽപ്പ് ദം? അല്ല, ഇന്ത്യൻ കൾച്ചറാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മാറണം. എല്ലാതും ഇന്ത്യൻ കൾച്ചർ ശരിയല്ല. ശരിയുള്ള കാര്യങ്ങളുണ്ട്. ലൈക്ക് ഇപ്പം എൽഡേഴ്സിനോടുള്ള റെസ്പെക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് വളരെ കൂടുതലാണ്. സൗത്ത് ഇന്ത്യയിൽ കുറവാണ്. അങ്ങനെ ഒരുപാട് നമുക്ക് നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ നല്ല അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. അതും കൂടെ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണമല്ലോ. അതെ ആ വാല്യൂസ് അത് വാല്യൂസും കൾച്ചറും ഒന്നും ഇൻകൾക്കേറ്റ് ചെയ്യുന്നില്ല. ആക്ച്വലി അവർ ഡിഫറൻസ് നോക്കാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് അതാണ് കുട്ടികൾക്ക് എന്താണ് വാട്ട് ഈസ് റൈറ്റ് വാട്ട് ഈസ് റോങ് എന്നുള്ളത് പേരൻസ് പറഞ്ഞു കൊടുക്കുന്നില്ല. അത് വീട്ടിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ട്രെയിനിങ് വേണ്ടത്. അതാണ് നമ്മൾ കുട്ടികളെ വീട്ടിൽ നിന്നില്ലെങ്കിൽ സ്കൂളിലെങ്കിലും ട്രെയിൻ ചെയ്യണം. ഇത് രണ്ടും നമ്മുടെ സ്കൂളിൽ പഠിക്കുക പരീക്ഷ എഴുതുക, കാണാപ്പാഠം പഠിക്കുക പരീക്ഷ എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ബിഹേവിയർ പാറ്റേൺസ്, അതിന് കറക്ഷണൽ മെത്തേഡുകളൊന്നും നമ്മൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോൾ. അവിടെ വി ആർ ലാക്കിംഗ് ദെയർ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ടോട്ടലി അഗ്രി വിത്ത് യു. ഇതൊക്കെ സൊസൈറ്റിയിൽ നിന്ന് ഉള്ള എല്ലാവരും ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്യേണ്ട കാര്യം. നമ്മൾ ആസ് എ പേരൻസ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്താൽ കുറേയൊക്കെ ഡിഫറൻസ് ആവും. അതെ പേരൻസ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പേരൻസിനാണ് ക്ലാസ് കൊടുക്കേണ്ടത്. അതെ എന്തെങ്കിലും കൗൺസിലിംഗ് നമുക്ക് കുട്ടികളോട് അത്ര പറഞ്ഞിട്ടും കാര്യമില്ല. പേരൻസ് അല്ലേ അത് തടയേണ്ടത്. കറക്റ്റ്. യെസ് മാം, താങ്ക് യു. ഓക്കെ. ആൻഡ് മാം, മാമിൻ്റെ ഫാമിലീൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അങ്ങനെ ഒന്ന് ഷെയർ ചെയ്യാമോ? മാം പറഞ്ഞില്ല എല്ലാവരും ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ്.
അപ്പോൾ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെയാണ് വെൻ യു ഗെറ്റ് ടുഗെദർ, അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ലീഡർ ഉണ്ടല്ലോ. അപ്പോൾ ആ ലീഡറെ നോക്കിയാൽ മതി. ഞാനൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. കാരണം എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ജോലിക്കാരെ കൂടെ നിർത്തണം, എങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യണം, എങ്ങനെ അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് തന്നെ പഠിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ. ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ ഹസ്ബൻഡ് ആൻഡ് മൈ 2 boys. ദേ ആർ ഓൾസോ ഡൂയിങ് വെരി വെൽ ഇൻ ദെയർ ബിസിനസ്. അപ്പോൾ അവരും ഫാദറിനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കും, ഇങ്ങനെ ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കും, കുട്ടികളെ ഉപദേശിക്കാറുണ്ടോ എന്ന് ചോദിക്കും. പറയും ഞാൻ ഉപദേശിക്കാറില്ല, ഞാൻ കേട്ടിട്ടുമില്ല ഉപദേശിക്കുന്നത്, ഞാൻ പിന്നെയൊക്കെ ചിലപ്പോഴൊക്കെ ഉപദേശിക്കും. അപ്പോൾ പറയും ഞാൻ ജീവിക്കുന്ന അവർ കണ്ടിട്ടുണ്ടല്ലോ, അതാണ് അവർ വേണമെങ്കിൽ നല്ലതാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ കണ്ടു പഠിക്കട്ടെ. അല്ലാതെ ഇപ്പോൾ നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറയുന്നതിനേക്കാളും നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അവർ കണ്ടു പഠിക്കട്ടെ എന്നാണ് പറയാറ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഞങ്ങളെല്ലാവരും അത് കണ്ടു പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒഫീഷ്യൽ ടോക്സ് ഒക്കെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ പക്ഷേ 4 ബിസിനസ്സാണ്. ഒന്ന് പാർക്കാണ്. പാർക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനെപ്പോഴും അരുണിനോട് പറയും, സേഫ്റ്റി ആണ് ഫസ്റ്റ് നീ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് ഒരു അപകടം പോലെ അവിടെ വരാൻ പാടില്ല. അതൊക്കെ പ്രോപ്പർ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഹൈലി റിസ്കി മെഷീനറീസ് അല്ലേ വർക്ക് ചെയ്യുന്നത്, എൻ്റെ ആളുകളുടെ ജീവിതമല്ലേ, ജീവനല്ലേ. അപ്പോൾ അവനതാണ് ശ്രദ്ധിക്കേണ്ട. അതാണ് ഞാനെപ്പോഴും പറയാറുള്ള കാര്യം. ബാക്കിയൊക്കെ പിന്നെ ബിസിനസ്, മണി മേക്കിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ CSR ആക്ടിവിറ്റീസ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതെല്ലാവരും ഞങ്ങൾക്ക് ട്രസ്റ്റുണ്ട്, ചിറ്റിലപ്പള്ളി ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ട്രസ്റ്റുണ്ട്. അപ്പോൾ അത് അതുപോലെ ക്യാൻസർ പേഷ്യൻസ് ആയാലും കിഡ്നി പേഷ്യൻസ് അങ്ങനെയൊക്കെയുള്ളവർക്ക് ഒരുപാട് വീട് വെച്ച് കൊടുക്കുന്ന, വീടില്ലാത്തവർക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ട്രസ്റ്റിൽ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി കാര്യം ഈ പൈസ നമ്മൾ കൊണ്ടുവന്നതല്ല, ജനങ്ങളുടെ പൈസ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഒരു ബോധം നമുക്കെപ്പോഴും വേണം, എല്ലാ ബിസിനസ്സുകാർക്കും വേണം. എല്ലാ പൈസയും നമ്മൾ തന്നെ എൻജോയ് ചെയ്യാണ്ട് സൊസൈറ്റിക്ക് എന്തെങ്കിലും വി ഹാവ് ടു ഗീവ് ബാക്ക് ടു സൊസൈറ്റി എന്ന് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതെ. സോ മാം, വി സ്റ്റാർ ക്രിയേഷൻസ്, ദാറ്റ് ഈസ് യുവർ ബേബി. എന്തായിരിക്കും മാം അതിൻ്റെ ടേൺ ഓവർ? ഇപ്പം എത്ര എംപ്ലോയീസ് ഉണ്ട്? ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഞങ്ങൾക്ക് ഡയറക്റ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ മേ ബി ഒരു 230 അത്രയൊക്കെയാണ് ഉള്ളത് ഡയറക്റ്റ് എംപ്ലോയീസ്. പക്ഷേ ഇൻഡയറക്റ്റായിട്ട് പ്രൊഡക്ഷനിലും ഒക്കെ എൻഗേജ്ഡായിട്ട് നിയർലി 1000 ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിലൊരു 700 വിമൻ തന്നെയാണ്. ആൻഡ് വി ഹാവ് SSI യൂണിറ്റ്സ് ഉണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട്. ആൻഡ് അപ്പോൾ ഓരോ യൂണിറ്റിലൊരു 40 പേര് അങ്ങനെയൊക്കെ 50 പേര് അങ്ങനെയൊക്കെ വർക്കേഴ്സ് ഉണ്ട്. എല്ലാം 100% വിമനാണ്. ആൻഡ് ബ്രാൻഡാക്കുന്ന ഫാക്ടറികളാണ് അതൊക്കെ. അതൊക്കെ ഒരു ബാക്ക്വേർഡ് ഏരിയകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ജോലിയില്ലാത്ത, കാരണം കേരളത്തിൽ എല്ലാവരും എൻജിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ വർക്കേഴ്സായിട്ടുള്ള വിമൻ കിട്ടാനായിട്ട് ഇത്തിരി പാടാണ് സിറ്റീസിലൊക്കെ. അപ്പോൾ കുറച്ച് ബാക്ക്വേർഡ് ഏരിയയിലാണ് ഞങ്ങളുടെ യൂണിറ്റ്സ് ഉള്ളത്. ആൻഡ് അപ്പോൾ അങ്ങനെയാണ് പ്രൊഡക്ഷൻ. പിന്നെ തിരുപ്പൂരിൽ ഞങ്ങൾക്കൊരു ഫാക്ടറി ഉണ്ട്. അവിടെയും 100 പേര് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ യൂണിറ്റുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. തിരുപ്പൂർ തന്നെ വേറെ യൂണിറ്റുകളിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബോംബെയിൽ ഉണ്ടാക്കുന്നുണ്ട്. പല സ്ഥലത്തായിട്ടാണ് ഓരോ പ്രോഡക്ട്സും. ചില മെറ്റീരിയൽസൊന്നും നമുക്കിവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നേ ഇല്ല. ഹുക്ക് ആൻഡ് ഐ ഒന്നും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നേ ഇല്ല, എല്ലാം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. അതങ്ങനെയുള്ള ആ ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ അധികം വന്നിട്ടില്ല, മെറ്റീരിയൽസ് ഒന്നും. അപ്പോൾ മാം ഒരു സ്പെഷ്യലൈസ്ഡ് പോളിയമ്മൈഡ് മെറ്റീരിയലൊന്നും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നേ ഇല്ല, എല്ലാം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണതാണ്. അതുകൊണ്ട് നമുക്ക് പ്രൈസ് ഇങ്ങനെ കൂടിയിരിക്കാനായിട്ടൊരു കാരണം എന്ന് വെച്ചാൽ നല്ല ലാൻഡിങ് കോസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് സാധനങ്ങൾ വരും. ബട്ട് യു നോ അബൌട്ട് ദ മാർക്കറ്റ് സോ മച്ച്. അത് ഒരു 30 വർഷം. അപ്പോൾ മാം ഇങ്ങനെ സ്കിൽഡ് എംപ്ലോയീസിനൊക്കെ സെലക്ട് ചെയ്യുന്ന അല്ല, അങ്ങനെ സ്കിൽഡ് വർക്കേഴ്സിനൊന്നും കിട്ടില്ല കേരളത്തിൽ. കാരണം ആരും ഇങ്ങനെ അങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും എല്ലാം ബംഗാളീസും അങ്ങനെയുള്ളവരാണ്, കൽക്കട്ടയിലുള്ള ആളുകളാണ്. ടൈലേഴ്സ് ആണെങ്കിലും കട്ടേഴ്സ്, എംബ്രോയിഡറി എല്ലാം
കറക്റ്റ്. പക്ഷേ ഭാഗ്യത്തിന് നമ്മുടെ ഇതിന് അങ്ങനെയുള്ള അത്ര സ്കിൽഡ് വർക്കേഴ്സ് അങ്ങനെയുള്ളവരല്ല നമുക്ക് വേണ്ടത്. ഈ ഇതൊക്കെ നമുക്ക് എല്ലാം ലൈൻ ടൈലറിങ് ആണ്. അപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അത് തന്നെ ചെയ്യുള്ളൂ. ഹുക്ക് പിടിപ്പിക്കുന്ന ആൾ ഹുക്ക് മാത്രം തയ്ച്ചുകൊണ്ടിരിക്കും, സ്ട്രാപ്പ് പിടിപ്പിക്കുന്ന ആൾ അത് മാത്രം തയ്ച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു 2-3 മാസം കൊണ്ട് അവർക്ക് നല്ല സ്കില്ല് അക്വയർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ റോ ഹാൻഡ്സിനെ തന്നെയാണ് പഠിപ്പിക്കുന്നതല്ല. കാരണം അങ്ങനെ നല്ല ടൈലേഴ്സിൽ നിന്നായിട്ടൊന്നും അങ്ങനെ കിട്ടുമൊന്നുമില്ല അധികമൊന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്ന. പക്ഷെ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഒരുപാട് ഒരു ജോലിയില്ലാതെ ഇരിക്കുന്ന സ്ത്രീകളാണ് ഇതൊക്കെ. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതം തന്നെ നമുക്ക് വളരെയധികം മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. സ്വന്തമായിട്ടുള്ളൊരു വരുമാനം, അവർ ലോൺ എടുക്കുന്നു, 2 വീലേഴ്സ് വാങ്ങിക്കുന്നു. അങ്ങനെ അപ്പോൾ അവർ തന്നെ പറയും വീട്ടിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും അവർക്ക് വളരെയധികം റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട് മുമ്പത്തേക്കാളും. അവരുടെ ജീവിതം തന്നെ വളരെയധികം മാറി. അപ്പം അങ്ങനെ കുറേ പേരുടെ ജീവിതം ഇൻഡയറക്റ്റായിട്ട് മാറ്റാനായിട്ട് ഇത് സഹായിച്ചു എന്ന് പറയാം. ആൻഡ് എനി അത് എഫക്റ്റീവ് സ്ട്രാറ്റജി എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ മാം, ഇങ്ങനെ അവരെ റീറ്റെയിൻ ചെയ്യാനും അവരുടെ ഗ്രോത്തിനും? അങ്ങനെ ഇല്ല, അവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ അവർ അത് ഹെൽപ്ഫുള്ളാവും. പിന്നെ സീസണൊക്കെ ആകുമ്പോൾ ശരിക്കും ഓവർ ടൈമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്ക് അങ്ങനെ കൂടുതൽ പൈസയൊക്കെ കിട്ടും. അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും എൻ്റെ ഒരു ഇത് തന്നെയാണ്. കാരണം മാർക്കറ്റ് ഡള്ളാണെങ്കിലും അവർക്കൊരു മിനിമം വർക്ക് നമ്മൾ കൊടുക്കണം. കാരണം സീസണലാണല്ലോ. ഇപ്പോൾ ഇവിടെ ഓണം അല്ലെങ്കിൽ സ്കൂൾ റീ ഓപ്പണിങ് അങ്ങനെയൊക്കെ സീസൺ ഉണ്ട് എല്ലാത്തിനും. ഇതിനും ഉണ്ട് സീസൺ. അപ്പം നമുക്ക് എല്ലാ മാസങ്ങളിലും ഒരുപോലെ നമുക്ക് വർക്ക് കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. പക്ഷെ അതൊരു ചാലഞ്ചാണ് അവർക്ക്. അങ്ങനെ പിന്നെ നമ്മളുടെ ഇപ്പോൾ പ്രസൻസ് സൗത്ത് ഇന്ത്യ മുഴുവനും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞാൽ ഇനി ദിവാളി ഒരു സീസണായിട്ട് വരണം. അങ്ങനെ 3-4 സീസൺ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഹോമോജിനസ് ഒരു എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു പ്രോസസ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിനുള്ള ശ്രമത്തിലാണ്. മാം ഈ ടേൺ ഓവർ ഗ്രോത്തിനെ പറ്റി ഒന്ന് പറയാം. ഞങ്ങളിപ്പോൾ ചെയ്തത് 140 crores ചെയ്തത്. നെക്സ്റ്റ് ഇയർ 180 വെച്ചിട്ടുണ്ട്. അങ്ങനെ. അപ്പം എംപ്ലോയീസ് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ടൊക്കെ ചെയ്യും? അയ്യോ തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചാൽ എന്താ നടക്കും, ഒന്നും നടക്കില്ല. എനിക്ക് ഗാർമെൻറ്റിനെ കുറിച്ച് അറിയാമെന്നല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് മാർക്കറ്റിംഗ് ആവട്ടെ സെയിൽസ് ആവട്ടെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അറിയുന്ന ആളൊന്നുമല്ല. കാരണം ഞാൻ വളരെ ലേറ്റായിട്ട് ബിസിനസ്സിൽ ചേർന്ന ആളാണ്. ഞാനെവിടെയും ജോലി ചെയ്തിട്ടുമില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. പക്ഷേ ഞങ്ങൾ എംപ്ലോയീസ് തന്നെയാണ് എൻ്റെ സ്ട്രെങ്ത്ത് സത്യം പറഞ്ഞാൽ. അത് HR ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അങ്ങനെ ഓരോ ഫീൽഡിലും നല്ല ബെസ്റ്റായിട്ടുള്ള എംപ്ലോയീസാണുള്ളത്. അതങ്ങനെ ബെസ്റ്റായിട്ടുള്ള ആളെ സെലക്ട് ചെയ്യുകയല്ല, നമ്മൾ ഓരോരുത്തരെ എടുത്തിട്ട് ട്രെയിൻ ചെയ്ത് ക്യൂറേറ്റ് ചെയ്ത് അവരങ്ങനെ കൊണ്ടുവരുന്നതാണ്. ആൻഡ് അതാണ് സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും. 25 കൊല്ലമായിട്ടുള്ളവരുണ്ട്, 18 കൊല്ലമായിട്ടുള്ളവരുണ്ട്, അങ്ങനെ ഒത്തിരി പേര് പഴയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു ചാലഞ്ചില്ല. പിന്നെ V-Starൽ എനിക്ക് ആളെ കിട്ടാനായിട്ട് അങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും ആളുകൾ ജോയിൻ ചെയ്യാൻ അവർ തയ്യാറാണ്. കാരണം അവർക്കൊരു ഈ ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ല ഒരു മതിപ്പുള്ള അതുകൊണ്ട് വരാനായിട്ട് തയ്യാറാണ് ആൾക്കാർ. അങ്ങനെ എനിക്കങ്ങനെ അട്രീഷനൊന്നും എനിക്ക് അങ്ങനെ ഇങ്ങനെ കൊഴിഞ്ഞു പോക്ക് ജോലിക്കാർ അതൊന്നും എനിക്ക് അങ്ങനെ വളരെ ചാലഞ്ചില്ല. അങ്ങനത്തെ ഒരു ചാലഞ്ച് എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഇറ്റ്സ് ഗ്രോയിങ് ഗ്ലോബലി നൗ. വാട്ട് യു ഫീൽ ദ മോസ്റ്റ് പ്രൗഡസ്റ്റ് തിങ് V-Starനെ പറ്റി പറയാം? കേരളത്തിലെ ഏറ്റവും നല്ലൊരു ബ്രാൻഡ് ആയിട്ട് എനിക്ക് അതും ബീയിങ് എ വുമൺ അതുണ്ടാക്കാൻ പറ്റി എന്നുള്ളത് ഇതാണ് വലിയൊരു എന്താ പറയുക ഒരു അഭിമാനം തരുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഇന്നോവെയർ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1-2 ബ്രാൻഡുകളെ ഇങ്ങനെ വിമൻ ആയിട്ട് ചെയ്യുന്നുള്ളൂ, വിമൻ സെൻട്രിക് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം മെന്നാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ എനിക്കൊരു ഒരു എഡ്ജ് കിട്ടി. ബിക്കോസ് ഐ നോ വാട്ട് കൈൻഡ് ഓഫ് ഗാർമെൻറ്റ് ഇസ് എവറി വുമൺ, വാട്ട് കൈൻഡ് ഓഫ് ഗാർമെൻറ്റാണ് അവർക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു ആവശ്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു കംഫർട്ട് ലെവല്, അതൊക്കെ പേഴ്സണലി ഐ ക്യാൻ വെയർ ആൻഡ് ഫൈൻഡ് ഔട്ട് നോ. സോ ഐ തിങ്ക് ദാറ്റ് ഹെൽപ്പ് മീ അ ലോട്ട്. യെസ്
That's why you are succeeding and that fire is there in you. Yeah. അത് നമ്മളൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് മാം. എവറി പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് അത് മാർക്കറ്റിലേക്ക് വിടുള്ളൂ. ഞാൻ യൂസ് ചെയ്യും, അതിൻ്റെ കൂടെ കുറേ പേർക്ക് കൊടുക്കും. അങ്ങനെ എല്ലാം ഒരു സ്റ്റഡി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രയലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മാർക്കറ്റിലേക്ക് വിടുള്ളൂ. ക്വാളിറ്റി ഇഷ്യൂ ആണെങ്കിലും ഫിറ്റ് ഇഷ്യൂ ആണെങ്കിലും എന്തെങ്കിലും അത് കറക്റ്റ് ചെയ്തിട്ട്. ഓക്കെ. ഇനി ഗ്രോത്ത് പ്ലാൻസ് ഒക്കെ ഇനി ഫ്യൂച്ചർ? ഗ്രോത്ത് പ്ലാൻ എനിക്ക് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലും പിന്നെ ഗൾഫ് കൺട്രീസിലാണ് ഞങ്ങൾക്ക് പ്രസൻസ് ഉള്ളത്. പിന്നെ കേരളത്തിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ഗുഡ് പ്രസൻസ്. മേ ബി അനദർ ഒരു 5-6 ഇയേഴ്സിൽ ഒരു പാൻ ഇന്ത്യ ബ്രാൻഡാക്കിയിട്ട് വളർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷൻ. ആൻഡ് എല്ലാ മാനേജേഴ്സും അലൈൻഡാണ്. സോ ദേ ആർ ഓൾസോ വെരി എന്താ പറയുക പോസിറ്റീവ് അബൌട്ട് ഇറ്റ് ആൻഡ് ദേ ആർ ഓൾ വർക്കിംഗ് ടുവേർഡ്സ് ഇറ്റ്. We wish you all the good luck, ma'am. Thank you. You should reach even more greater heights. Thank you. Globally, it's already a recognized brand now. ഇനിയും ഉയരത്തിലോട്ട് പോകട്ടെ എന്ന് ഫുൾ നമ്മുടെ എല്ലാ ടീമിൻ്റെ ബെസ്റ്റ് വിഷസ് ഉണ്ട്. I wish you all the good luck, ma'am. ഓൾസോ ഞങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് മാർക്കറ്റിൽ. ഒരുപാട് എവറി 2 months ഒരു പുതിയ ബ്രാൻഡ് വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ അങ്ങനെ വരണം, കോമ്പറ്റീഷൻ വേണം. കാരണം എന്നാലേ നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കുള്ളൂ. നമ്മൾ അവരെക്കാളും കൂടുതൽ നമുക്ക് എന്ത് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. എന്ത് ബിസിനസ് എന്ന് പറഞ്ഞാലും കൂടുതൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ടു മേക്ക് എവറി കസ്റ്റമർ ഹാപ്പി. ഇത് രണ്ടുമാണ് മെയിൻ ഒരു പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻ എനി ബിസിനസ്. സോ ദാറ്റ്സ് വാട്ട് ഐ എം കോൺസെൻട്രേറ്റിംഗ്. ആൻഡ് എന്തൊക്കെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിലും we will be on top. And that fire is there in you, na? അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തിങ്. അതാണ് നമ്മളൊക്കെ ഇൻസ്പയറും ചെയ്യുന്നത്. ആ ഫയർ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കട്ടെ മാം. നമ്മൾ ഇനിയും ഉയർച്ചയിൽ നമ്മൾ മാമിനെ എല്ലാ സ്ഥലത്തും കാണട്ടെ, എല്ലാ ഇവൻസിലും എല്ലാത്തിലും മാമിനെ കാണട്ടെ. ഐ വിഷ് യു ഓൾ ദ ഗുഡ് ലക്ക് ഫ്രം അവർ ടീം. താങ്ക് യു സോ മച്ച് ടു ബി എ പാർട്ട്. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ വി കുഡ് കൺക്ലൂഡ് ദാറ്റ് ലീഡർഷിപ്പ് ഇസ് ജസ്റ്റ് നോട്ട് അബൌട്ട് ഫൈൻഡിങ് ദ സക്സസ്. ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് the values we inculcate to reach to our destination. This pathway is also equally important. These leaders will be a great experience, a learning curve to all of us. We'll be waiting for the new leaders to be a part of our podcast. Iniyum kanam with a fresh new leader, with a fresh new episode of Big Story Collective.